1/2 കിലോ വലിയ ചെമ്മീൻ മേടിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചത്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, വേപ്പില, ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ചട്ടിയിൽ ഒഴിക്കുക. ഈ ചെമ്മീൻ നമുക്ക് ഒന്ന് ചെറുതായി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പും മഞ്ഞളും വെട്ടി വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച്, ഇത് ഓൾറെഡി വെന്ത ചെമ്മീനായതുകൊണ്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാകമാകുമ്പോൾ നമുക്ക് കോഴി മാറ്റാം. ഇത്ര മായാൽ മതി. നമുക്ക് കോഴി മാറ്റാം. ചെമ്മീൻ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ചെമ്മീനിൽ നമുക്ക് മഞ്ഞളൊക്കെ പിടിക്കുന്നത് ടേസ്റ്റായിരിക്കും. നമുക്ക് ഇത് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചേർക്കാം. തീ കുറച്ചിടണം. ഇതൊന്ന് ചെറുതായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വേപ്പില ഉള്ളിയും ഇടാം. ഇത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് വേപ്പില ഇടാം. ഉള്ളി വട്ടത്തിലരിഞ്ഞ ഉള്ളി നമുക്കിടാം അതിലോട്ട്. അതൊന്ന് ശരിക്കും വഴണ്ട് വരാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് അതിൽ ചേർക്കാം. പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടും.
നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കണ്ട. തീ കുറച്ച് വെച്ചാൽ വേണം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ. ഇടക്കിടന്ന് വഴണ്ട് വരും. അപ്പോഴത്തേക്കും വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യമൊക്കെ ചെയ്യാം. ഒരു 2 സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 അല്പം മഞ്ഞൾപ്പൊടി, 1 അല്പം കുരുമുളക് പൊടി, 1 വഴണ്ട് കഴിയുമ്പോൾ ഈ പൊടികളൊക്കെ നമുക്ക് ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. പൊടികളൊക്കെ നമുക്ക് ഇടാം. തീ കുറച്ച് വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വലിയ ചെമ്മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കുക. തേങ്ങാക്കൊത്ത് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി രുചി കൂടും. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല, അല്ലാതെയാണ് വെക്കണത്. തേങ്ങാക്കൊത്തില്ലാതെയാണ് ഇപ്പോൾ വെക്കുന്നത്. തേങ്ങാക്കൊത്തും കൂടി ഇടുകയാണെങ്കിൽ ഇതിൻ്റെ രുചി ഒന്നും കൂടി കൂടും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പച്ചമണം മാറി തുടങ്ങി. ഇനി നമുക്ക് ഈ ഷാലോ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് പോയെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. ഇപ്പം നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ചെറിയ തീയിൽ കിടന്ന് ഇത് ഉള്ളിയുമായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഉള്ളിയും മറ്റു പൊടികളും ഒക്കെ ആയിട്ടൊന്ന് വഴണ്ട് വരട്ടെ ചെയ്യും. നമുക്ക് തട്ടി കുറച്ച് നേരം 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ.
ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ ഒരു കുക്കിംഗാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഞാൻ വെക്കുന്ന ഈ കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുകയും വേണം. ഇത് ഞാൻ ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും. അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും വേണം. ഇപ്പോൾ ഒരുവിധം ശരിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം. കറി റെഡിയായി. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കറി റെഡിയായിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റിൽ പറയണം. താങ്ക് യു.